ഹായ് ഫ്രണ്ട്സ്, യാസർ കാരത്തൂർ ഓട്ടോമൈൻ ഗാരേജ്. പുതിയ ഒ ബി ഡി വന്നിട്ടുണ്ട്. എന്താ ഒ ബി ഡി 300 ടെക്. ഇത് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് മൾട്ടി ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടർ ടെസ്റ്റ്, അതുപോലെ ചാർജ് ടെസ്റ്റ്, ക്ലൗഡ് പെയിൻറ്റിങ് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പുറകിൽ ഇത്രയും ഫീച്ചേഴ്സിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ സ്കാനിങ്. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ നമുക്കൊരു ബാറ്ററി ലോ ടെസ്റ്റും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതിനുള്ള സോക്കറ്റും കൂടെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു OBD ആണ്. ഇതിനകത്ത് നമുക്ക് ABS-ന്റെ കംപ്ലൈൻറ്റ് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ABS മൊഡ്യൂൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കാനർ കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്തതാണ്. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. DTDC റീഡ് ചെയ്യാം. ഓക്കെ അമർത്താം. പ്ലീസ് വെയിറ്റ്. ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. അതിൻ്റെ ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടും. റീഡിങ് കോഡ് ചെയ്യാണ്. ആണല്ലേ. ഇൻവാലിഡ് ഡാറ്റ റിസീവ്ഡ് ഫ്രം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ABS കൺട്രോൾ മൊഡ്യൂൾ. കാണാൻ സാധിച്ചില്ലേ? ഇതാണ് ഇതിനകത്തുള്ള വിഷയം. അപ്പോൾ നമുക്ക് ABS-ന്റെ മൊഡ്യൂളിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലം നമുക്ക് ഈ OBD കിങ് എന്നുള്ള ഈ സ്കാനറിൽ നമുക്ക് ലഭിക്കും. ഇതൊരു നല്ലൊരു പുതിയൊരു ഫീച്ചേഴ്സോട് കൂടിയുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ മൊഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും അത് കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പോകാം. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈവ് ഡാറ്റ എടുക്കാം. റിവ്യൂ ഡാറ്റ അതിൽ പ്രസ് ചെയ്യാം. കംപ്ലീറ്റ് ഡാറ്റ സെറ്റ്. ഫുൾ ലൈവിലായിട്ട് നമുക്കിതിലേക്ക് കാണാൻ സാധിക്കും. ഫ്യൂൽ സിസ്റ്റം, എൻജിൻ കൺട്രോൾ, കൂളന്റ് ടെമ്പറേച്ചർ, ലോങ് ഇൻടേക്ക്, മാനിഫോൾഡ്, അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, അതുപോലെ എൻജിൻ RPM, ഇഗ്നിഷൻ ടൈമിംഗ് അഡ്വാൻസ്, ഓക്സിജൻ സെൻസറിന്റെ ഔട്ട്പുട്ട്, വോളിയം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് 30 ഭാഗങ്ങളായിട്ട് നമുക്കിതിന്റെ ലൈവ് ഡാറ്റ കിട്ടും. 30 ഓപ്ഷൻസിന്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈമിങ് ഇതുവരെ ഫുള്ളായിട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. ബാക്കോട് വേണമെങ്കിൽ എസ്കേപ്പ് അടിച്ചാൽ മതി. ECU ഇൻഫോ നമുക്ക് കിട്ടും. പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ECUന്റെ ഇൻഫോ നമുക്ക് വരുന്നതാണ്. ഇതാണ് വെഹിക്കിൾ ഐഡി നമ്പർ വരുന്നത്. കാലിബ്രേഷൻ ID, കാലിബ്രേഷൻ വെഹിക്കിൾ വെരിഫിക്കേഷൻ നമ്പർ.
ഓപ്പറേറ്റീവ് സിസ്റ്റം ലോക്സ്. ഇതാണ് ഇതിന്റെ പ്രോബ്ലം. നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ക്ലൗഡ്. നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ ലോഡ് ചെക്ക് ചെയ്ത് ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബാറ്ററിയുടെ ഓപ്ഷനിലേക്ക് പോവാം. സ്റ്റാർട്ടപ്പ് ടെസ്റ്റ് ചെയ്യണം. ടേൺ ഓഫ് ദ എൻജിൻ. 2 മിനിറ്റ് ഡിസ്ചാർജ് ചെയ്ത്. Start the engine. Start ചെയ്ത് engine. ഇതിൻ്റെ ഫസ്റ്റ് പർച്ചേസിങ് നമ്മുടെ സെക്യൂർക്ക CHS ഓട്ടോ ഗാരേജ് മലപ്പുറം മുന്നുപറമ്പ് അത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് പറയുന്നതാണ്. ഈ ഇതിനകത്ത് നമുക്ക് ABS-ന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ വണ്ടികൾ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ സാറല്ലേ. ഓക്കെ, ഇതാണ് സാധനം കേട്ടോ. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഫീച്ചേഴ്സിന് ഇതുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മളെ കൊണ്ട് ഉണ്ടാവും. ഓക്കെ.